അപമാനവും കുത്തുവാക്കുകളും ശാപവാക്കുകളൊക്കെ സഹിച്ച് ജാരസന്ധതിയായ തനിക്ക് ഈ ഭൂമിയിൽ ഒരിടം തന്ന നന്ദി മരണം വരെ അവൾക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് അവൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമുണ്ട്. അവൾ അവളുടെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തനിക്ക് ജന്മം നൽകാൻ വേണ്ടി ഒത്തിരി സഹിച്ചിട്ടുണ്ട് അമ്മ. വേണമെങ്കിൽ തന്നെ ചതിച്ചു പോയവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാമായിരുന്നു. വീട്ടുകാരുടെ ശാപവാക്കുകളും ഉപദ്രവങ്ങളും ഭയന്നിട്ടെങ്കിലും തന്നെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ ആ പാവം എല്ലാം സഹിച്ചു. എല്ലാവരെയും എതിർത്ത് നിന്ന് തന്നെ പ്രസവിച്ചു. വീണ്ടും മറ്റൊരു പുരുഷനെ വിശ്വസിച്ചതും കൂടെ കൂട്ടിയതുപോലും തനിക്ക് വേണ്ടിയായിരുന്നു. തനിക്കൊരച്ഛനെ കിട്ടാൻ വേണ്ടിയായിരുന്നു. പിന്നീട് സ്ത്രീ സഹജമായ മാറ്റം അമ്മയിലും ഉണ്ടായി. താലി കെട്ടിയവൻ കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് വേറൊന്നും. ആ സ്നേഹം അമ്മയെ അന്തയാക്കി. അതിൽ പിന്നെ കുറേ പ്രശ്നങ്ങളും വേദനകളും കണ്ണീരും. എന്നിരുന്നാലും അമ്മ തനിക്ക് വേണ്ടി സഹിച്ചതുപോലെ മറ്റാരും സഹിച്ചു കാണില്ല. ആ നന്ദി ഇന്നും അവളുടെ മനസ്സിലുണ്ട്. കൂടെ നിന്ന് സ്നേഹിക്കാനും പരിചരിക്കാനൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അമ്മയുടെ ഭർത്താവ്, കുടുംബം അവിടെയൊന്നും താനൊരു അധികപ്പറ്റാണെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം അവൾ ചെയ്തു കൊടുക്കുന്നു. അതൊരിക്കലും നിളയെ ഓർത്തിട്ടല്ല, അമ്മയോർത്ത് മാത്രം. 10 മാസത്തോളം കൊടിയ മാനസിക പീഡനങ്ങൾക്കിടയിലും കൊന്നു കളയാതെ വയറ്റിലിടം നൽകിയതിന്, മറ്റൊരു കുടുംബമായിട്ട് മാറ്റി നിർത്താതെ കൂടെ നിർത്തി സ്നേഹിച്ചതിനും വളർത്തിയതിനും ആ നന്ദി ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ അവൾക്കറിയൂ. നീരജ് ഒന്നിനും പുറത്തിറങ്ങാറില്ല. രവി ഏർപ്പാടാക്കിയ ഒരു പയ്യനാണ് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. ചെറിയ ചില സഹായങ്ങളും ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ ഓടിയെത്തുകയും ചെയ്യും. ഇടക്കും മുറക്കും എന്തെങ്കിലും കൊടുത്താൽ മതി. എന്ത് സഹായത്തിനും ഓടിയെത്തും ആ പയ്യൻ. പേര് അരുൺ, PG വിദ്യാർത്ഥിയാണ്. അതിനിടയ്ക്ക് അല്ലറ ചില്ലറ ജോലികൾക്കും പോകും. ഇതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട്ടിലെയാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ നീരജ് അവനെ കാര്യമായി സഹായിക്കാറുണ്ട്. 1000-ആയിട്ടായും 2000-ആയിട്ടായും ഒക്കെ ഇടക്കും മുറക്കും കൊടുക്കും. അവനുള്ളത് കൊണ്ട് നീരജയ്ക്ക് വലിയ ബുദ്ധിമുട്ട് അറിയുന്നില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിലയെയും കൊണ്ട് ബുദ്ധിമുട്ടി പോയേനെ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂട്ടുവരാൻ വിളിച്ചാലും അവനൊരു മടിയുമില്ല. നരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പോഴും. ആദ്യമൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആട്ടിയിറക്കാൻ നോക്കും. കുറേ നേരം നിന്ന് കണ്ണീരും യാചനയും ഒക്കെ കാഴ്ച വെച്ചും മടങ്ങിപ്പോകും. ഇത് സ്ഥിരമായപ്പോൾ നീരജ് ഗേറ്റ് പൂട്ടിയെടുത്തു. പിന്നെ ഗേറ്റിന് പുറത്ത് വന്ന് നിന്ന് ഫോൺ ചെയ്യും. ആ നമ്പർ ബ്ലോക്ക് ചെയ്തതോടെ ആ വഴിയും അടഞ്ഞു. പിന്നെ ഗേറ്റിന് പുറത്തു നിന്ന് ബഹളം പപ്പായി. നീരജ് അതൊന്നും തീരെ മൈൻഡ് ചെയ്തില്ല. ആളുകൾ എന്ത് കരുതെന്ന് ചിന്തിച്ചെങ്കിലും നീരജ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗേറ്റ് തുറക്കുമെന്ന് നരേന്ദ്രൻ കരുതി കാണും. പക്ഷേ ഇനി ആരെന്ത് കരുതിയാലും തന്നെ അതൊന്നും ബാധിക്കില്ലെന്ന മട്ടിൽ നീരജയും ഇരുന്നു. ഗേറ്റോട്ട് തുറക്കാനും പോയില്ല. കുറച്ച് നാൾ ഇത് തുടർന്നു. പിന്നെ നരേന്ദ്രൻ വരവ് നിർത്തുകയും ചെയ്തു. അതോടെ ശല്യം ഒഴിഞ്ഞു പോയെന്ന് നീരജയും ആശ്വസിച്ചു. ഇനി ആരും വേണ്ട മരണം വരെ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് മാത്രമേ ഇപ്പം നീരജക്കുള്ളൂ. മഹി ഇപ്പോഴും ഡിവോഴ്സ് വേണമെന്ന തീരുമാനത്തിലാണോ? അഡ്വക്കേറ്റ് ജയപ്രഭയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ മഹിക്ക് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. വക്കീലെ, എനിക്ക് പറയാനുള്ളതൊക്കെ പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വിളിപ്പിച്ചപ്പോൾ വരേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. പിന്നെ വിളിച്ചത് ഇയാളായതുകൊണ്ടാണ് ഞാൻ വന്നത്. അയാളുടെ മകളുമായുള്ള ബന്ധം വേർപെടുത്തുമ്പോൾ അത് ബോധിപ്പിക്കണമല്ലോ. വരലക്ഷ്മിയുടെ അച്ഛനെ നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു. വരലക്ഷ്മിയുടെ ചെറിയച്ഛൻ്റെ മകളാണ് അഡ്വക്കേറ്റ് ജയപ്രഭ. ഡിവോഴ്സിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിൽ ഒരു സമാധാന സന്ധിക്ക് വിളിച്ചു വരുത്തിയതാണ് മഹിയെ. 25 വർഷത്തെ വൻ പരാജയമായ ദാമ്പത്യ ജീവിതവും വിവാഹം നടക്കാനുണ്ടായ സാഹചര്യങ്ങളുമൊക്കെ മഹിക്ക് ഡിവോഴ്സ് കേസിൽ ഗുണം ചെയ്തേക്കാം. ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് വരലക്ഷ്മി വാശി പിടിച്ചെങ്കിലും ജയപ്രഭ വഴിയാണ് നിയമവശങ്ങളെക്കുറിച്ച് വരലക്ഷ്മി മനസ്സിലാക്കുന്നത്. അതോടെ ആത്മഹത്യാ ഭീഷണിയായി. മഹി കുരുങ്ങിയില്ല, മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ വീട്ടുകാർക്ക് അങ്ങനെ ആവാൻ കഴിയില്ലല്ലോ. മഹിയെ കണ്ട് സംസാരിക്കാൻ വിഷൻ പലവട്ടം ശ്രമിച്ചെങ്കിലും മഹി നിന്നു കൊടുത്തില്ല. ഒരു വഴിക്കും മഹി അടുക്കാതെ വന്നപ്പോഴാണ് വരലക്ഷ്മിയുടെ അച്ഛനെ കൊണ്ട് വക്കീൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയണമെന്ന് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഇഷ്ടമറിയാൻ ശ്രമിക്കാതെ ആ കുടുംബം തന്നിൽ അടിച്ചേൽപ്പിച്ച ഭാരമാണ് വരലക്ഷ്മി. ആ ഭാരം എത്രയും വേഗം ഇറക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ് മഹി ഇപ്പോൾ. വരലക്ഷ്മി കരഞ്ഞു വിളിച്ചൊരു മൂലക്കിരിപ്പുണ്ട്. വരലക്ഷ്മിയെ ആശ്വസിപ്പിച്ച അരികിൽ അവളുടെ അച്ഛനുണ്ട്. ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ തീരുമാനത്തിൽ ഇനി മാറ്റമൊന്നുമില്ലെന്ന ഭാവത്തിലാണ് മഹിയുടെ ഇരിപ്പ്. മഹി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു ബന്ധം രണ്ടാക്കുക എന്നതിനേക്കാൾ വലിയൊരു പാപം വേറെയില്ല. ഒരു ഭാര്യാഭർത്തൃ ബന്ധവും പിരിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ കാര്യത്തിലും ഒരു സെപ്പറേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലുക്ക് മഹി, ഇന്നത്തെ കാലത്ത് പ്രണയം തോന്നാത്ത മനുഷ്യരില്ല. പ്രണയിച്ചവരെ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞവരുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രണയിച്ച് പിരിയേണ്ടി വന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്.
എല്ലാ പ്രണയ വിവാഹങ്ങളും സക്സസ് ആവാറുണ്ടോ മഹി? ഇല്ല. ഇവിടെ വരുന്നതിൽ നല്ലൊരു ശതമാനവും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഇനി പ്രണയിച്ചവരെ സ്വന്തമാക്കാൻ കഴിയാതെ പോയവരും വേറെയും വിവാഹം കഴിക്കുന്നില്ലേ? കഴിഞ്ഞതൊക്കെ മറന്ന് ഭാര്യയും കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? നീരജയ്ക്കിന്ന് മറ്റൊരു കുടുംബമില്ലേ? അവരെല്ലാം മറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുപോലെ നിങ്ങളും മറക്കണം. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് തുടങ്ങണം. ജയപ്രഭ പറഞ്ഞു. അതൊരിക്കലും നടക്കില്ല. ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് നീരജയ്ക്കൊന്നും ജീവിക്കാനല്ല. എനിക്കൊന്നൊരു മകളുണ്ട്. അവൾക്കിന്ന് തുണയായി ആരുമില്ല. അവൾ ഈ ചെറുപ്രായത്തിൽ നേരിടേണ്ടി വന്നതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവളൊന്ന് ചിരിക്കാൻ തുടങ്ങിയത് എനിക്കൊപ്പം വന്ന ശേഷം. ഇന്നവൾക്ക് ഞാനല്ലാതെ ആരുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെയാ എനിക്കവളെ കിട്ടിയത്. എനിക്കവളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. എനിക്കവളെ സംരക്ഷിച്ചേ പറ്റൂ. മാഹി തീർത്തും പറഞ്ഞു. സംരക്ഷിക്കേണ്ടത് ഞാനും പറഞ്ഞിട്ടില്ല ജയെ. അവളെ സ്വന്തം മകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വരലക്ഷ്മി കണ്ണുകൾ തുടച്ചുകൊണ്ടും പറഞ്ഞു. പിന്നെന്താണ് പ്രശ്നം? ജയ ചോദിച്ചു. രണ്ടാനമ്മയെന്നും രണ്ടാനമ്മയാണ് ജയെ. അതിവർ തെളിയിച്ചു കഴിഞ്ഞു. ഇവരുള്ളിടത്ത് സമാധാനത്തോടെ ജീവിക്കാൻ എൻ്റെ മകൾക്ക് കഴിയില്ല. ഇപ്പം തന്നെ ഇവർ ഡിവോഴ്സിന് സമ്മതിക്കാത്തത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പകയാണ്, എന്നോടുള്ള വാശിയാണ്. ആ വാശിപ്പുറത്ത് ഇവരെൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ അത് നല്ലതിനാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മകളുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരെ എൻ്റെ ജീവിതത്തിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു രണ്ടാനമ്മയുടെ സ്നേഹം ഇനി ആവശ്യമില്ല. അവൾക്ക് ഞാനും എനിക്ക് അവളും, അത് മതി. അതിനപ്പുറത്തേക്കൊരു ബന്ധങ്ങളോടും എനിക്ക് താല്പര്യമില്ല. മാഹി പറഞ്ഞു. എന്നാ നിങ്ങളെൻ്റെ ശവം കാണും. എൻ്റെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് എഴുതി വെച്ച് ഞാൻ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. വരലക്ഷ്മി പൊട്ടിത്തെറിച്ചു. മാഹി ഇത് കേട്ടതായി പോലും ഭാവിച്ചില്ല. എങ്കിലും അയാളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. നീ കേട്ടില്ലേ മാഹി? ഇവളിങ്ങനെ ചാവും ചാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ജയപ്രഭ ചോദിച്ചു. പോയി ചാവാൻ പറയണം. ഒട്ടും ആലോചിക്കാതെ മാഹി പറഞ്ഞു. മോനെ മാഹി, എൻ്റെ മോളെ കൈവിടരുത്. വരലക്ഷ്മിയുടെ അച്ഛൻ കൂപ്പുകൈകളുമായി വന്നു നിന്നു. ക്ഷമിക്കണം, നിങ്ങളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ നിങ്ങളെന്ന് എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ച് വിലപേശിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അന്ന് ചെയ്ത ആ തെറ്റിൻ്റെ ശിക്ഷയാ ഇന്നതെന്ന് കരുതിയാൽ മതി. എനിക്കും എൻ്റെ മോൾക്കും ജീവിക്കണം സ്വസ്ഥമായിട്ട്. അതിന് നിങ്ങളുടെ മകളൊരു തടസ്സമാണ്. അതുകൊണ്ട് ആ തടസ്സം ഞാൻ തുടച്ചു നീക്കുന്നു. എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ടില്ലേ? ഇനി ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ശല്യം ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞ് മാഹി ഇരുന്നിടന്ന് എഴുന്നേറ്റു. ജയപ്രഭ പിന്നാലെ ചെന്ന് വിളിച്ചെങ്കിലും നിൽക്കാൻ കൂട്ടാക്കാതെ മാഹി അവിടുന്ന് പോയി കളഞ്ഞു. മാഹി ഇന്ന് വക്കീൽ ഓഫീസിൽ പോയത് കൊണ്ട് മീര ഓഫീസിൽ നിന്ന് തനിച്ചാണ് തിരികെ വന്നത്. വന്ന് കയറുമ്പോൾ മുറ്റത്തൊരു കാറ് കിടപ്പുണ്ട്. അതാരുടേതാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അവൾക്ക്. അകത്തേക്ക് കയറുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശ്രീയും അമ്മയുമാണ്. അവളെ കണ്ടപ്പോൾ രണ്ടാളുടെയും മുഖമൊന്ന് പ്രകാശിച്ചു. ലക്ഷ്മി അമ്മയെ കണ്ടപ്പോൾ മാത്രം മീരയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. അവൾ ചിരിച്ച ആശ്വാസത്തിൽ ലക്ഷ്മി അമ്മ എണീറ്റ് വന്ന് അവളുടെ കൈകൾ കവർന്നു. അവൾക്ക് ജ്യൂസ് എടുത്ത് കൊടുത്ത് അരികിലായി മീനാക്ഷിയമ്മ നിൽക്കുന്നത് അവൾ കണ്ടു. സുഖാണോ മോളെ? ലക്ഷ്മി അമ്മ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. വാ, ഇവിടെ ഇരിക്ക്. അവളെ തന്നെ നോക്കിയിരിക്കുന്ന സ്ത്രീക്കരികിലായി അവളെ ഇരുത്താൻ അവർ ഭാവിച്ചപ്പോഴേക്കും അവൾ അവിടുന്ന് മാറി. ഞാനിവിടെ നിന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ ആ അമ്മയുടെയും മകൻ്റെയും മുഖം വാടിപ്പോയി. എങ്കിലും മുഖത്തൊരു പ്രസന്നത വരുത്തി അവരിരുന്നു. മാഹിയെങ്കിൽ എപ്പോൾ വരും? അവൻ്റെ ചോദ്യം മീരയോടായിരുന്നു. അവൾ മറുപടി പറയാതെ അച്ഛമ്മയെ നോക്കി. അവൻ ഇനി എപ്പോൾ വരുമെന്ന് അറിയില്ല. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മീനാക്ഷിയമ്മ അവർക്ക് മറുപടി കൊടുത്തു. അവനോട് മിണ്ടാൻ അവൾക്കൊട്ടും താല്പര്യമില്ല. ലക്ഷ്മി അമ്മ ഉള്ളത് കൊണ്ട് അകത്തേക്ക് കയറി പോകാനും പറ്റുന്നില്ല. മോള് പോയി ഫ്രഷായിട്ട് വാ. അവളുടെ നിൽപ്പ് കണ്ട അച്ഛമ്മ പറഞ്ഞു. അവൾ നന്ദിയോടെ അച്ഛമ്മയെ നോക്കി. ശ്രീയുടെ കണ്ണുകൾ തന്നിൽ തറഞ്ഞു നിൽക്കുന്നതിനാൽ അവൾക്ക് അവിടെ നിൽക്കാൻ ഒരു വല്ലായ്മ തോന്നി തുടങ്ങിയിരുന്നു. അയ്യോ, ഞങ്ങൾ മോളെ കാണാനാണ് വന്നത്, ലക്ഷ്മി അമ്മ പറഞ്ഞു. മീരയും അച്ഛമ്മയും പരസ്പരം നോക്കിപ്പോയി. അപ്പോഴേക്കും മാഹിയും തിരികെ വന്നിരുന്നു. മാഹി കയറി വരുന്നത് കണ്ട് അല്പം ടെൻഷനോടെയാണെങ്കിലും ശ്രീ എണീറ്റ് നിന്നു. ഇരിക്ക്. തെളിച്ചമത്ര പോരെങ്കിലും ഒരു ചിരിയോടെ മാഹി പറഞ്ഞപ്പോൾ തന്നെ ശ്രീ ഇരുന്നു. മാഹിക്ക് ശ്രീയോട് ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ തനിക്ക് അവനെ തെറ്റ് പറയാനുള്ള അവകാശമില്ലെന്ന് മാഹിക്ക് തോന്നുന്നു.
കാരണം അവൻ അറിഞ്ഞുകൊണ്ടല്ല അവൻ്റെ പ്രണയത്തെ വേണ്ടെന്ന് വെച്ചത്. ആരുടെയോ വാക്കുകൾ വിശ്വസിച്ച് തൻ്റെ പ്രണയം മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ പ്രണയിനിക്ക് വേണ്ടി യഥാർത്ഥ പ്രണയിനിയെ കുറച്ചേറെ വേദനിപ്പിച്ചു. അതാണ് അവൻ ചെയ്ത തെറ്റ്. എന്നാൽ അതേ സ്ഥാനത്ത് മഹി അറിഞ്ഞുകൊണ്ട് പ്രണയത്തെ ഉപേക്ഷിച്ചവനാണ്. ശരീരം കൊണ്ട് സ്വന്തമാക്കിയ സ്ത്രീയെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെങ്കിൽ പോലും മറന്നുകൊണ്ട് മറ്റൊരു വിവാഹം കഴിച്ചവനാണ്. ആ മഹിക്ക് സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയില്ല. എങ്കിലും അവനോടെന്തോ ഒരകൽച്ച തോന്നിപ്പോകുന്നു മഹിക്ക്. എന്തൊക്കെയുണ്ട് സർ വിശേഷം? അങ്ങളെന്ന് വിളിക്കാൻ ചെറുതല്ലാത്തൊരു ഭയമുള്ളത് കൊണ്ട് വിളിച്ച് ശീലിച്ചത് തന്നെ സ്ത്രീ വിളിച്ചു. വിശേഷമായിട്ട് ഇപ്പോൾ എടുത്തു പറയാൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. വൈകാതെ ഡിവോഴ്സ് കിട്ടിയേക്കാം. അതാണ് ഇപ്പോഴത്തെ വിശേഷം. മുഖത്ത് വലിയ പ്രസന്നതയൊന്നുമില്ലാതെ മാഹി പറഞ്ഞു. അതൊരു നല്ല വാർത്തയാണല്ലോ, സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു. അതെ. വരവിൻ്റെ ഉദ്ദേശം ഏകദേശം ഒരു ഊഹം മാഹിക്കുണ്ടായിരുന്നു. മീരയുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ആ ഹരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ? സ്ത്രീ ചോദിച്ചു. ഇല്ലെന്ന് മാഹി തല ചലിപ്പിച്ചു. അപ്പോൾ ഇനി എന്താ മീരയുടെ പ്ലാന്? വിഷയം എങ്ങനെ അവതരിപ്പിക്കുന്ന ടെൻഷനോടെ സ്ത്രീ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ല. കമ്പനിയുടെ മേൽനോട്ടൊക്കെയായി അവളിപ്പോൾ നല്ല ബിസിയാ. സ്ത്രീ ഉദ്ദേശിച്ചത് അവളുടെ വിവാഹകാര്യമാണെന്ന് മനസ്സിലായെങ്കിലും അതേപറ്റിയൊന്നും മാഹി സംസാരിച്ചതേയില്ല. അല്ല, വിവാഹം? സ്ത്രീ മടിയോടെ ചോദിച്ചു. അതെ മീരയുടെ അച്ഛാ, ഞങ്ങളിപ്പോൾ വന്നതേ ഒരു കല്യാണാലോചനയുമായിട്ടാണ്. സ്ത്രീക്ക് മീരയെ വിവാഹം കഴിച്ചാൽ കൊള്ളുന്നുണ്ട്. സ്ത്രീയുടെ വെപ്രാളവും പതർച്ചയൊക്കെ കണ്ടപ്പോൾ ഇന്നും നാളെയും ഒന്നും അവൻ കാര്യം പറയില്ലെന്ന് മനസ്സിലാക്കി ലക്ഷ്മിയമ്മ തന്നെ കാര്യം അവതരിപ്പിച്ചു. മീരയും മീനാക്ഷിയമ്മയും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. മാഹിക്ക് പിന്നെ നേരത്തെ മനസ്സിലായ ഭാവം. മാഹി മൗനമായി ഇരുന്നതേ ഉള്ളൂ. സ്ത്രീ മീരയെയും അച്ഛനെയും മാറി മാറി നോക്കുന്നുണ്ട്. സ്ത്രീക്ക് തന്നോടൊരു താല്പര്യമുണ്ടെന്ന് മീരക്ക് അറിയാം. പക്ഷേ ഇത്ര ധൈര്യത്തോടെ വീട്ടിൽ വന്ന് ചോദിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഒന്നിക്കേണ്ടത് ഇവരല്ലേ? പരസ്പരം സ്നേഹിച്ചത് ഇവരല്ലേ? ഇടയ്ക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വന്നതുകൊണ്ട് ചില തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയി. സത്യങ്ങൾ തുറന്നു പറയാതെ മീരമോളും മണ്ടത്തരം കാണിച്ചു. അതുകൊണ്ടെന്താ, കുറേയേറെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അതൊക്കെ നമുക്ക് മറക്കാം. പിള്ളേർ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, ലക്ഷ്മിയമ്മ പറഞ്ഞു. സ്ത്രീയുടെ മുഖത്ത് പ്രതീക്ഷയോ ഉത്സാഹമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ. മാഹിയൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നതേ ഉള്ളൂ. കുറച്ചു നേരം മാഹിയുടെ മറുപടിക്കായി അവർ കാത്തു. മീരയുടെ അച്ഛനൊന്നും പറഞ്ഞില്ല? ലക്ഷ്മിയമ്മ തന്നെ ചോദിച്ചു. ഇതിന് ഞാനെന്ത് പറയാനാണ്? നിങ്ങൾ ആലോചന കൊണ്ടുവന്നത് എനിക്കല്ലല്ലോ. ജീവിക്കേണ്ടത് അവളല്ലേ. അവ തീരുമാനം എടുക്കേണ്ടതും അവളാ. അപ്പം മറുപടി പറയേണ്ടതും അവളാണ്, മാഹി പറഞ്ഞു. എന്നാലും മകളുടെ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനം ഉണ്ടാകുമല്ലോ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അവളുടെ ഇഷ്ടം നോക്കാതെ ഒരിക്കൽ അവളുടെ അമ്മ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലം നമ്മളൊക്കെ കണ്ടതല്ലേ. ഇനി അവളുടെ ജീവിതം അവൾ തീരുമാനിച്ചോളും. മഹിയുടെ മറുപടി കേട്ട് മീര അയാളെ നോക്കി പുഞ്ചിരിച്ചു. സ്ത്രീയും അമ്മയും പരസ്പരം നോക്കി. മഹിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഇരുവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ മടങ്ങാൻ സ്ത്രീ തയ്യാറല്ല. അവൻ മീരയുടെ മനസ്സാണ് അറിയേണ്ടത്. ഒന്നുമല്ലാത്തവനായിരുന്ന തന്നെ ഈ നിലയിലെത്തിച്ചവൾക്ക് തന്നെ തീർത്തും വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം. അവൻ പതിയെ എഴുന്നേറ്റ് മീരയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. മീര അവനിൽ നിന്ന് മുഖം തിരിച്ചു നിന്നു. മീരേ, അവൻ ഒത്തിരി ഇഷ്ടത്തോടെ വിളിച്ചു. അവൾ നോക്കാൻ താല്പര്യപ്പെടാതെ മുഖം തിരിച്ചു തന്നെ നിന്നു. ഇനിയും തീർന്നില്ലേ നിന്റെ ദേഷ്യം? പരിഭവത്തോടെ തിരിക്കിയവൻ. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയി. നീ അത് ക്ഷമിച്ച് കളയും മീരേ. ആ നില തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ? നീ പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്. നിന്നെ വേദനിപ്പിച്ചതൊന്നും കരുതി കൂട്ടിയല്ല. എൻ്റെ സാഹചര്യം എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചു. എത്ര തവണ വേണേലും മാപ്പ് പറയാം. നീ ഒന്ന് ക്ഷമിച്ചാൽ മതി. ഒരുമിച്ചൊരു ജീവിതം നമ്മൾ എന്തുമാത്രം കൊതിച്ചതാ. ഒരവസരം കൂടി തന്നൂടെ എനിക്ക്. ഇപ്പോൾ നീ ഡിവോഴ്സ്ഡ് അല്ലേ? വിവാഹത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ സ്ത്രീക്ക് എങ്ങനെയും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിളയോ? അവൾ ചോദിച്ചു. അതിനവളിപ്പോൾ കോമയിലല്ലേ? അവൻ തിരിച്ച് ചോദിച്ചു. കോമയിലായാലും അവളിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ? അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. നിനക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവളുമായുള്ള എല്ലാ ബന്ധവും നിയമപരമായി അവസാനിപ്പിക്കാം. പിന്നെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. സ്ത്രീക്ക് ഉത്സാഹമായി. അവളുടെ ഉള്ളിലൊരു കുഞ്ഞു ജീവൻ ഉണ്ടായിരുന്നതല്ലേ? മീര പൂച്ചത്തോടെ ചോദിച്ചു. ആ കുഞ്ഞു മരിച്ചില്ലേ? ഇനിയൊരു കുഴപ്പമില്ല. സ്ത്രീ ആവേശം കൊണ്ടു. എന്ത് നല്ല അച്ഛൻ! ആ കുഞ്ഞു മരിച്ചതിൽ താൻ ആശ്വസിക്കുകയാണോ? ശരിക്കും അത് മരിച്ചത് തന്നെയാണോ? അതോ താൻ കൊന്നതോ?
മീര കണ്ണുകൾ തുറച്ചു നോക്കി. മീരെ, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? അങ്ങനൊരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും അതിനോട് വെറുപ്പാണെന്നും ഒക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ അതിനെ കൊന്നത് ഞാനല്ല. ഇനി ആ പേരിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത്. ശ്രീ താഴ്മയോടെ പറഞ്ഞു. തനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആക്സിഡൻറ്റോടെ കോമയിലേക്ക് പോയി കിടപ്പിലായ അനിയത്തിയുടെ ഭർത്താവിനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും താൻ മാന്യനായിരിക്കും. അനിയത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് ഞാൻ മോശപ്പെട്ടവളും. ഇനി ഈ വക പ്രശ്നങ്ങളില്ലെങ്കിലും താനുമായൊരു റിലേഷനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലക്ഷ്മി അമ്മേ, അമ്മയോട് എനിക്കിപ്പോഴും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സുകൊണ്ട് എന്നെ വെറുത്തതാ ഞാൻ. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ പേരും പറഞ്ഞ് ഇനി ഇവിടേക്ക് വരരുത്. സ്നേഹം കൊണ്ട് പറയുന്നതാ. ആ സ്നേഹം വെറുതെ ഇല്ലാതെയാക്കരുത്. സ്നേഹത്തോടെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് കയറിപ്പോയി.